നല്ല പഞ്ഞി പോലെ ഇരിക്കണം കേട്ടോ. ഓക്കെ, ശർക്കര അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്തേക്കണം. രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ മാവ് ഇട്ടു. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറുടെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ രസവട അല്ലേ, അതിനു മുമ്പ് നമ്മൾ താളിലപ്പം ഉണ്ടാക്കി. താളിച്ച താളിലപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സിൽ നിന്നും നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ അതിനകത്തൊരു ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതിൻ്റെ റെസിപ്പി അതേപോലെ നോക്കി ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങൾ നമ്പർ തരാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണ്? അപ്പം, ശർക്കര ഇട്ട അപ്പം. അതായത് നമ്മൾ നമ്മുടെ അമ്പലങ്ങളിൽ ഉണ്ടാക്കണ അപ്പം അല്ലേ. നമ്മുടെ അമ്പലങ്ങളിൽ ഉണ്ടാക്കണ, അതായത് കൊങ്ങണി സമുദായത്തിലെ അമ്പലങ്ങളിൽ ഉണ്ടാക്കണ അപ്പത്തിന്റെ ഒരു കൂട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഉണ്ണിയപ്പം ഉണ്ടാക്കണം എങ്ങനെയാണ്? ഉണ്ണിയപ്പം ആ കല്ലില് കുഴിയിലൊക്കെ എണ്ണ ഫുള്ള്, അതായത് നമ്മൾ വറുത്തെടുക്കണ പോലെ. ഇന്നത്തെ റെസിപ്പി, അതായത് ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് അപ്പം അല്ലേ. ശർക്കര അപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ശർക്കരയപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. 1/4 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 1 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചതിന് ശേഷമാണ് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കര, നെയ്യ്, ഏലക്കാപ്പൊടി, വെളിച്ചെണ്ണ, തേങ്ങാപ്പീര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നാം അപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം കുതിർത്ത് വെച്ച അരിയും തേങ്ങാപ്പീരയും കൂടി അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് രണ്ടും കൂടിയിട്ട് അരച്ചെടുക്കാം. അരിയും തേങ്ങയും അധികം വെള്ളം ചേർക്കാതെ ാണ് അരച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ ശർക്കരയും തേങ്ങാപ്പീരയിട്ട് അരച്ചെടുത്തു. ഇനി നമ്മൾ അരിയും ശർക്കര ഇട്ടിട്ട് ഇനി നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അരിയും ശർക്കരയും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണം അല്ലേ. ശേഷം നല്ലോണം രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമ്മളിതിനകത്ത് ആകെ യൂസ് ചെയ്തേക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ച ഏലക്കപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അരിയും തേങ്ങാപ്പീരയും ശർക്കര ഇട്ടിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഏലക്കപ്പൊടി ഇട്ടിട്ട് നല്ല മിക്സാക്കി എടുത്തതിന് ശേഷം നല്ല സുഗന്ധമാണ് വരുന്നത്. ഏലക്കപ്പൊടിയുടെയും ശർക്കരയുടെയും തേങ്ങാപ്പീരയുടെയും നല്ല സുഗന്ധമാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ട് ഇനി നമുക്കത് ചൂടാക്കി എടുക്കണം. അതിന് ശേഷമാണ് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസിൽ അപ്പച്ചട്ടി വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഈ ഫ്രെയിം, നമ്മൾ പാത്രം കഴുകണം ഫ്രെയിം തിരിച്ചു വെക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചട്ടിയുടെ അടിവശം റൗണ്ടായിട്ട് ഇരിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെക്കണത്. അപ്പോൾ ഇനി വെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അപ്പച്ചട്ടി അതിനകത്തോട്ട് നിൽക്കും. ഇതിനകത്തായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം, അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു. ഇനി ഇപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ അല്ലേ. അപ്പോൾ നമ്മൾ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ശകലം മാത്രം നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഇടുമ്പോഴത്തേക്കും ഈ വെളിച്ചെണ്ണ ശരിക്കും പുരട്ടി കൊടുക്കണം എല്ലാ സ്ഥലത്തും. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അപ്പത്തിനായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് 7 അപ്പത്തിൻ്റെ ചട്ടല്ലേ, 7 അപ്പത്തിൻ്റെ ചട്ടിയാണിത്.
അപ്പത്തിൻ്റെ മാവ് ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പൊക്കത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം. ആദ്യത്തെ സെറ്റ് ശർക്കര ഇപ്പം നമ്മൾ വേവിക്കാനായിട്ട് ചട്ടിയിൽ വെച്ചു, വെന്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചു. നല്ല സ്മെല്ലാണ് വരുന്നത്, നല്ല സുഗന്ധമാണ് വരുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം വെന്തുവെന്ന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2 മിനിറ്റായി. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലും വേവാൻ വേണ്ടി നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം അല്ലേ? അതും ഏകദേശം ഒരു 2 മിനിറ്റത്തേക്ക് നമ്മൾ വേവിക്കാനിടണം. അപ്പം 2 സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടുത്ത പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഇതിനകത്ത് വെൽ ഫോക്കസ്ഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പുറത്ത് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാൽ അപ്പം കരിഞ്ഞു പോകും. ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്തേക്കണം. രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ മാവ് ഇട്ടു. ഒരു ടേസ്റ്റിന് നമ്മുടെ അപ്പം അടി പിടിക്കാതിരിക്കാനുമാണ് നമ്മൾ നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത് സെറ്റ് അപ്പവും റെഡിയായി. നമ്മുടെ അവസാനത്തെ സെറ്റ് അപ്പമാണ് നമ്മൾ ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ മൂന്നാമത്തെ സെറ്റ് അപ്പവും കൂടി അതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി പോണതിന് നമ്മൾ കുറച്ച് അതിനകത്ത് എണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് വേണം നമുക്ക് നെയ്യിൽ തന്നെ വറുത്തെടുക്കാമല്ലോ. ഇത് നെയ്യപ്പോയിട്ട് മാറും. മൂന്നാമത്തെ സെറ്റും ശർക്കര അപ്പം റെഡിയായി. നമ്മളിപ്പോൾ ഇനി പാത്രത്തിലോട്ടെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ശർക്കര അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശർക്കര അപ്പോൾ നെയ്യപ്പം വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നെയ്യ് ഇതിൻ്റെ പൊക്കത്ത് ഒഴിച്ചപ്പോൾ നല്ല സുഗന്ധം വരുന്നായിരുന്നു അല്ലേ? നല്ല സുഗന്ധം വരുന്നത് അതെ അല്ലേ? മുറം വേണോ? അച്ഛൻ അവിടെ വന്നിരിക്കണേന് അത് ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണം അച്ഛന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ശർക്കര അപ്പം നമ്മൾ റെഡിയായി. എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അല്ലേ? ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കാം. പക്ഷേ നമ്മൾ അരി നേരത്തെ തന്നെ കുതിർക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പിന്നെ ശർക്കര തേങ്ങാപ്പിര അരി ഇട്ടിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം. അത്രയും താമസമുള്ളൂ അല്ലേ? അതിനുശേഷം ചട്ടി വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം. അത്രയും സമയമുള്ളൂ. ഒരു 10 നിമിഷം കൊണ്ട് നമുക്ക് ശർക്കര അപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വാവ്, നല്ല പഞ്ഞി പോലെ ഇരിക്കണം കേട്ടോ. നോക്കി, ഓ നല്ല ചൂട്. ചൂട് ചൂട് നമ്മളെടുത്ത് വെച്ചേളൂ കേട്ടോ. നമ്മൾ റിവ്യൂ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയപ്പോൾ നല്ല ചൂട്. പുറത്തത്തെ ഭാഗം നല്ല, അതായത് നമ്മുടെ അപ്പത്തിൻ്റെ പുറം വശമില്ലേ, പുറം വശമാണ് ശരിക്കും ഫസ്റ്റ് വേവണത്. അത് കുറച്ച് നേരം അധികം അവിടേക്കൊന്ന് വേവുമ്പോൾ നല്ല ക്രിസ്പി ആവിടെ. നമ്മൾ അധികം നേരം ഇട്ട് വേവിക്കാൻ പാടില്ല. നമ്മൾ സീരിയൽ കാണാൻ വേണ്ടി പോകാൻ പാടില്ല. നമ്മളിത് ഇട്ടതിന് ശേഷം സീരിയൽ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇത് കരിയാൻ പാടില്ല. ഇത് അത്രയും കരിഞ്ഞിട്ടില്ല. നോക്കിയേ, അത്രയും കരിയാൻ പാടില്ല. അത്രയും
അല്ലേ? ഇതാണ് കറക്റ്റ് വേവ്. അപ്പോൾ കിടലൻ ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറം വശം, അകത്ത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ശർക്കര നല്ല കൃത്യമാണ്, കൂടുതലും ആയിട്ടില്ല കുറവും ആയിട്ടില്ല, അടിപൊളി ടേസ്റ്റാണ്. അതിനകത്ത് ഏലക്കപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അല്ലേ? നല്ല കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. പണ്ട് നമ്മൾ അമ്പലത്തിൽ സ്ഥിരം നമുക്ക് കിട്ടാറുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ചെയ്തുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പോകാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, എവിടെയും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ദൈവത്തിന് നമ്മളിത് സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്, പൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ശർക്കര അപ്പം, വേണമെങ്കിൽ നെയ്യപ്പം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം നമ്മൾ അതിൻ്റെ പുറത്ത് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ നെയ്യിൽ മാത്രം വറുത്തെടുക്കാം നമുക്കല്ലേ. ഇത് നമ്മൾ എണ്ണയും നെയ്യും കൂടിയാണ് മിക്സ് ചെയ്തെടുത്തത്. കൂടുതൽ നെയ്യ് കഴിച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ നമ്മൾ വലിച്ചു വരും അല്ലേ, കൊളസ്ട്രോളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ നെയ്യ് അധികം കൂട്ടിയില്ല, നമ്മൾ കുറച്ച് പൊക്കത്ത് മാത്രം അത് വേവാൻ വേണ്ടിയും പിന്നെ അത് കരിയാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ നെയ്യ് ഒഴിച്ചത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണം നീക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന കിടിലൻ ഒരു റെസിപ്പിയാണ്. നമ്മുടെ കൊങ്ങണി സമുദായത്തിൻ്റെ തന്നെ ഏറ്റവും അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അടുത്ത വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.